ഹായ്, ഞാൻ ഡോക്ടർ പ്രദീപ് കുമാർ ഷനായി, സി കൺസൾട്ടൻറ്റ് റുമറ്റോളജിസ്റ്റ്, അമൃത മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്ക്. മംഗലാപുരത്തെ അത്താവൂർ KMCക്ക് എതിർവശമുള്ളതും ചക്രപാണി അമ്പലത്തിന് സമീപമുള്ളതുമായ അമൃത മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പയ്യന്നൂർ വിസിറ്റിനെ കുറിച്ചാണ്. ഞാൻ എല്ലാ മാസവും രണ്ടാമത്തെയും നാലാമത്തെയും ശനിയാഴ്ച പയ്യന്നൂരിലെ BKM ഹോസ്പിറ്റലും സഭ ഹോസ്പിറ്റലും റുമറ്റോളജിസ്റ്റായി ജോലിക്ക് വരുന്നുണ്ട്. ഞാൻ BKM ഹോസ്പിറ്റലിൽ പോകാനുള്ള കാരണം അതിൻ്റെ മുതലാളിയായിട്ടുള്ള ഡോക്ടർ മൂസൂട്ടി എൻ്റെ സീനിയറായിരുന്നു KMCയിൽ. ഞാൻ സഭയിൽ പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉടമസ്ഥനായിട്ടുള്ള മിസ്റ്റർ TP ഹമീദാജി നമ്മളെ നാട്ടുകാർക്കെല്ലാം വേണ്ടപ്പെട്ടവനാണ്. പിന്നെ അവിടുത്തെ മാനേജറായിട്ടുള്ള വേണുവേട്ടൻ മാവിച്ചേരിയിൽ നമ്മളെ അടുത്ത ആളാണ്. പിന്നെ അവിടെ എല്ലാവർക്കും സഹായം ചെയ്യാൻ വേണ്ടി ജമാൽ കയ്യും കൂടി ഉണ്ട്. അങ്ങനെ കോവിഡിന് ശേഷം രാവിലെ BKM ഹോസ്പിറ്റലും ഉച്ചയ്ക്ക് ശേഷം ഞാൻ സഭ ഹോസ്പിറ്റലും റുമറ്റോളജിസ്റ്റായിട്ട് ജോലിക്ക് വരുന്നുണ്ട്. BKM ഹോസ്പിറ്റലിലെ സമയം 9 മണി മുതൽ 11 മണി വരെയും സഭ ഹോസ്പിറ്റലിലെ സമയം ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെയാണ്. ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഭ ഹോസ്പിറ്റലിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ OPD നടത്തിക്കൊണ്ടിരിക്കുമ്പം വീൽ ചെയറിൽ ഒരു ലേഡി വന്നു, ഒരു സ്ത്രീ വന്നു. അവർക്ക് ഏകദേശം ഒരു 54 വയസ്സുണ്ടായിരുന്നു. അപ്പം അവർ വീൽ ചെയറിൽ വന്നപ്പം ഞാൻ എണീച്ചിട്ട് ആദ്യം നോക്കിയത് അവരുടെ കാലുകളായിരുന്നു. കാലുകളിൽ നല്ല നീർക്കെട്ടും നല്ല വേദനയും ഉണ്ടായിരുന്നു. കൈക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സന്ധിവാതാണെന്ന് ഏകദേശം ഉദ്ദേശിച്ച് നിർണയിച്ചിട്ട് അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റൊക്കെ എഴുതി കൊടുത്തു. പിന്നെ 2 ആഴ്ചത്തേക്കുള്ള മരുന്ന് എഴുതി കൊടുത്തു. ടേപ്പറിങ് ഡോസ് സ്റ്റിറോയിഡ്സ്, അതായത് ഡോസ് കുറച്ച് കൊണ്ടുവരുന്ന സ്റ്റിറോയിഡ്സും വേദനേൻ്റെ ഗുളിക NSAIDs 2 ആഴ്ച കഴിക്കാനും, പിന്നെ കാലിന് തേക്കേണ്ട മുട്ടിന് തേക്കേണ്ട ഓയിൻമെൻറ്റും എഴുതി കൊടുത്തു. പിന്നെ വയറു പുകച്ചിൽ വരാണ്ടിരിക്കാനുള്ള ഗുളിക എഴുതി കൊടുത്തു. എന്നിട്ട് അവരോട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പം അവർ 2 ആഴ്ച കഴിഞ്ഞ് വന്ന സമയത്ത് അവരെ ബ്ലഡ് ടെസ്റ്റൊക്കെ ഞാൻ നോക്കുമ്പം അവർക്ക് അതിതീവ്രമായിട്ടുള്ള സന്ധിവാതമായിരുന്നു. റുമറ്റോയിഡ് ഫാക്ടറും CCBM ഒക്കെ പോസിറ്റീവായിട്ടുണ്ടായിരുന്നു. അവർക്ക് അത്ര വലിയ സുഖം ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് അത്രയും തീവ്രമായിട്ടുള്ള വാദം ഉള്ളത് കൊണ്ട് 2 ആഴ്ചത്തെ ചികിത്സയിൽ അത്ര വലിയ ഗുണം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കോമ്പിനേഷൻ കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. അതായത് മിത്തോട്രെക്സേറ്റും ഹൈഡ്രോക്സിക്ലോറോക്വിനും ലെഫ്റ്റിനമൈഡും ഫുൾ ഡോസിൽ സ്റ്റാർട്ട് ചെയ്തു. 15 മില്ലിഗ്രാം മിത്തോട്രെക്സേറ്റും ഹൈഡ്രോക്സിക്ലോറോക്വിൻ 400 മില്ലിഗ്രാമും ലെഫ്റ്റിനമൈഡ് 20 മില്ലിഗ്രാമും. പിന്നെ ഒരു മാസത്തേക്കുള്ള ടേപ്പറിങ് ഡോസ് ഓഫ് സ്റ്റിറോയിഡ്സ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അവരോട് 1 മാസം കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, ആദ്യത്തെ 3 മാസം മാസാമാസം വരണം. ഓരോ മാസം വരുമ്പം 2 ദിവസം മുമ്പേ വീട്ടിൽ നിന്ന് ഞാൻ എഴുതിത്തരുന്ന ടെസ്റ്റ് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം അതുപോലെ അവർ മാസാമാസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരുമായിരുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഞാൻ മരുന്ന് പുതുക്കി എഴുതി കൊടുത്തു. റിപ്പോർട്ടൊക്കെ നോർമലായിരുന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പം അവർക്ക് ഈ വീൽ ചെയറിൽ നിന്ന് എണീച്ചിട്ട് നടക്കാമെന്ന് പറ്റുന്ന ഒരവസ്ഥയിലെത്തി. പിന്നെ ഞാൻ പ്രാക്ടീസിന് പോകുമ്പം ഒരു 6-8 മാസം ഇവരെ കണ്ടില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർക്ക് എന്ത് പറ്റി. കാരണം അവർക്ക് സീറോ പോസിറ്റീവ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നെങ്കിലും മുട്ടിന് മാത്രമായിരുന്നു പ്രശ്നം, കൈക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ റുമറ്റോളജിയിൽ ഉണ്ടാവാറില്ല, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഉണ്ടാവാറില്ല. അപ്പം അതുകൊണ്ടാണ് ഈ കേസ് ഞാൻ പ്രത്യേകം ഓർത്ത് വെച്ചത്. അവരെ ഞാനൊരു 6-8 മാസം കണ്ടില്ല. പിന്നെ വീണ്ടും ഞാൻ അവരെ കാണുന്നത് വീണ്ടും വീൽ ചെയറിൽ വരുന്നതാണ്. അതായത് 3 മാസം കൊണ്ട് നടന്ന സ്ത്രീ വീണ്ടും വരുന്നത് വീൽ ചെയറിലാണ്. അപ്പം ഞാൻ വീണ്ടും അവരെ കണ്ടു. അവർക്ക് വേണ്ട മരുന്നൊക്കെ എഴുതി കൊടുത്തു. വീണ്ടും ടെസ്റ്റ് ചെയ്യിച്ച് 2 ആഴ്ച കഴിഞ്ഞ് വരാൻ വേണ്ടി പറഞ്ഞു. മുമ്പത്തെ പോലെ അവർക്ക് രണ്ടാമത്തെ തവണ അത്ര വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കോമ്പിനേഷൻ കീമോതെറാപ്പി അതേപോലെ എഴുതി കൊടുത്തു. എന്നിട്ട് സ്റ്റിറോയിഡിൻ്റെ ടേപ്പറിങ് ഡോസും എഴുതി കൊടുത്തു. എന്നിട്ട് 1 മാസം കഴിഞ്ഞ് വരാൻ വേണ്ടി പറഞ്ഞു.
അപ്പം ഒരു മാസം കഴിഞ്ഞ് വരുമ്പം അവർ നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റിലായിരുന്നു. അവർ കാലിൽ വേദനയൊക്കെ മാറി. പിന്നെ തുടർന്ന് 2 മാസം കൂടി ഞാൻ മരുന്ന് എഴുതി കൊടുത്തു. 3 മാസം കഴിഞ്ഞിട്ട് അവർ വരുമ്പം അവരെന്നെ ശരിക്കും കെട്ടിപ്പിടിച്ച് എന്നോട് പറഞ്ഞു, മോനെ നിന്റെ മരുന്നാണ് ശരിക്കും ഉള്ള മരുന്ന് എന്ന്. അപ്പം ഞാൻ ആകെ സ്തബ്ധനായിപ്പോയി. കാരണം എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു അമ്മ ഇരിക്കുന്നു പറഞ്ഞു. ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 3 മാസം കഴിഞ്ഞിട്ട് മരുന്ന് നിർത്തിയ സമയത്ത് ഇവർക്ക് 1 മാസത്തോളം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം 3 മാസം കഴിഞ്ഞിട്ട് മരുന്ന് നിർത്താൻ കാരണം ഇവരോട് അയൽപക്കത്തുള്ളവരും സുഹൃത്തുക്കളും പറഞ്ഞു അലോപ്പതി മരുന്ന് കഴിച്ചാൽ കിഡ്നിക്കും ലിവറിനും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് ഇവർ മരുന്ന് നിർത്തി. എന്നിട്ട് എന്താക്കിയെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ വയനാട്ടിൽ പോയിട്ട് അവർ പറഞ്ഞതനുസരിച്ചിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മീൻ വിഴുങ്ങി എന്നാണ് ഞാൻ ഓർക്കുന്നത്. എന്നിട്ട് അലോപ്പതി മരുന്നൊക്കെ നിർത്തിയ ശേഷം ഇവർക്ക് 1 മാസത്തോളം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വീണ്ടും വാദം കൂടി. അവർ വീണ്ടും ഏകദേശം ബെഡ് ബൗണ്ടായി. അതായത് മലമൂത്ര വിസർജനം ബെഡിൽ തന്നെ ആയിരുന്നു. അപ്പം ആ ഒരു അവസ്ഥയിൽ അവർ 2 ആൺമക്കളുണ്ടായിരുന്നവർക്ക് അവർ സംസാരിക്കുന്നത് കേട്ടു. അതായത് എന്തൊരു ശല്യം, ഈ ശല്യം ഇല്ലാതായിരുന്നെങ്കിൽ നമുക്ക് ഗൾഫിൽ പോയിട്ട് പണിയെടുക്കാൻ പറ്റുമായിരുന്നു എന്ന്. അപ്പം ആ വാക്കുകൾ അവർ കേട്ടപ്പം അവർ അയൽവക്കക്കാരോട് പറഞ്ഞു, BKM ഹോസ്പിറ്റലും സഭ ഹോസ്പിറ്റലും വരുന്ന ഡോക്ടറെ എനിക്കൊന്ന് കാണണമെന്ന്. ആ വന്നതാണ് ഞാൻ അവരെ വീൽ ചെയറിൽ കണ്ടത്. അതായത് ഇവർ മരുന്ന് നിർത്തിയിട്ട് വീണ്ടും വീൽ ചെയറിൽ വന്നതാണ് ഞാൻ കണ്ടത്. പിന്നെ രണ്ടാമതും മരുന്ന് കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ ശരിയായി, അവരെ മുട്ട വേദനയൊക്കെ മാറി, നീർക്കെട്ടൊക്കെ മാറി ശരിയായപ്പോഴാണ് അവരെന്നെ കെട്ടിപ്പിടിച്ചിട്ട് മോനെ നിന്റെ മരുന്നാണ് ശരിക്കുള്ള മരുന്നെന്ന് പറഞ്ഞത്. അപ്പം എൻ്റെ മനസ്സിൽ എവിടെയോ ഒരു ലെക്ചറിൽ കേട്ടൊരു വാക്ക് ഓർമ്മ വന്നു. അതായത് സൂപ്പർലേറ്റീവ് സ്പിരിച്വാലിറ്റി സയൻസ്, അതായത് ഏറ്റവും വലിയ ആധ്യാത്മികത എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇതിനു മുമ്പേ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദനീയമായിട്ടുള്ള വേറെ ശാസ്ത്രശാഖകളുണ്ടല്ലോ, അതിലെ മരുന്നൊക്കെ കഴിച്ചായിരുന്നോ? അപ്പം എന്നെ കാണുന്നതിന് മുമ്പേ തുടക്കത്തിൽ ആ ശാസ്ത്രശാഖകളിൽ ഉള്ള മരുന്നൊക്കെ കഴിച്ചിട്ടാണ് ഇവർ വന്നത്. എൻ്റെ മരുന്ന് കൊണ്ട് 3 മാസം കൊണ്ട് കാര്യങ്ങളൊക്കെ ശരിയായി. അതായത് കോമ്പിനേഷൻ കീമോതെറാപ്പിയും ടേപ്പറിംഗ് ഡോസ് ഓഫ് സ്റ്റിറോയിഡ്സും കൊണ്ട് ഇവർക്ക് കാര്യങ്ങളൊക്കെ ശരിയായി. ഒരു സന്ധിവാതത്തിൻ്റെ പേഷ്യൻ്റ് വേദന വന്നാൽ ആദ്യം കഴിക്കുന്നത് വേദനയുടെ ഗുളികയാണ്. പിന്നെ നമ്മൾ സന്ധിവാതത്തിന് കൊടുക്കുന്ന കീമോതെറാപ്പിക്ക് മാക്സിമം എഫക്റ്റ് വരണമെങ്കിൽ 3 മാസം വരെ പോകണം. അപ്പം അതുകൊണ്ട് നമ്മൾ ടേപ്പറിംഗ് ഡോസ് ഓഫ് സ്റ്റിറോയിഡ്സ് കൊണ്ട് ബാക്കപ്പ് ചെയ്യും. അപ്പം 3 മാസം കഴിഞ്ഞിട്ട് ഈ മരുന്നിൻ്റെ മാക്സിമം എഫിക്കസി വന്ന ശേഷം സ്റ്റിറോയിഡ്സ് നിർത്തും. അപ്പം വേദന സംഹാരി മുതൽ ഈ കോമ്പിനേഷൻ കീമോതെറാപ്പിൻ്റെ മാക്സിമം എഫക്റ്റ് വരുന്നവരെ കൊടുക്കുന്നത് കൊണ്ട്, അതായത് പെയിൻ കില്ലറും മാക്സിമം എഫിക്കസിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആയതുകൊണ്ടാണ് ഈ സ്റ്റിറോയിഡ്സിന് ബ്രിഡ്ജ് സ്റ്റിറോയിഡ് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നമ്മൾ കുറച്ച് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതായത് നമ്മൾ സന്ധിവാതത്തിനെ അംഗീകരിക്കണം, അതിന് അലോപ്പതി മരുന്നിനെ കഴിക്കണം. അലോപ്പതി മരുന്നിനെ കഴിച്ചിട്ട് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് വാഷ്റൂമിൽ പോകണം സ്വന്തമായിട്ട്, ബാത്റൂമിൽ പോകണം സ്വന്തമായിട്ട്, പിന്നെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് ആരോഗ്യം വീണ്ടെടുത്തിട്ട് ജോലി ചെയ്ത് സമ്പാദിക്കണം. സ്വന്തം ചെലവിനും ചികിത്സക്കും കുടുംബത്തിനും വേണ്ടിയിട്ടുള്ള പൈസ സ്വന്തമായിട്ട് സമ്പാദിക്കണം. പിന്നെ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കണം. വിളിച്ച കല്യാണത്തിന് പോകണം, കുടിയേറിന് പോകണം, കുടുംബത്തിന് കൂടെ ഹോട്ടലിൽ പോകണം, അമ്പലങ്ങളിൽ പോകണം. ഇതിന് പറയുന്നതാണ് പേഴ്സണൽ ഡൊമെയിൻ, പ്രൊഫഷണൽ ഡൊമെയിൻ, സോഷ്യൽ ഡൊമെയിൻ. അതായത് മരുന്ന് കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡൊമെയിനും പ്രൊഫഷണൽ ഡൊമെയിനും സോഷ്യൽ ഡൊമെയിനും വീണ്ടെടുക്കണം. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ മോണിറ്ററിങ്ങിന് പോകണം. പ്രോട്ടോകോൾ, അതായത് ചട്ടപ്രകാരം ഉള്ള മോണിറ്ററിങ്ങിന് വിധേയരാവണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സന്ധിവാതം വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രശ്നവും വരില്ല. മരുന്ന് കഴിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. നിങ്ങൾ രോഗത്തിന് അംഗീകരിക്കണം, മരുന്നിൽ വിശ്വസിക്കണം, മരുന്നിനെ അംഗീകരിക്കണം, പിന്നെ അലോപ്പത്തിയിൽ വിശ്വസിക്കണം. ഡോക്ടറിൽ വിശ്വസിച്ചില്ലെങ്കിലും അലോപ്പത്തിയിൽ വിശ്വസിക്കണം.
കാരണം കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഞാൻ അലോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, റുമറ്റോളജി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതുവരെയൊക്കെ എല്ലാവർക്കും നല്ലത് വന്നതല്ലാണ്ട് ആർക്കും മോശം വന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം പയ്യന്നൂരും പരിസരങ്ങളിലും ആർക്കെങ്കിലും സന്ധിവാതം ഉണ്ടെങ്കിൽ പയ്യന്നൂരിലെ BKM ഹോസ്പിറ്റലോ അല്ലെങ്കിൽ സഭ ഹോസ്പിറ്റലോ, എനിക്ക് 2 ഹോസ്പിറ്റലും തുല്യമാണ്. കാരണം രണ്ടുപേരും 2 ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിലുള്ളവരും എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സഭ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ BKM ഹോസ്പിറ്റലോ വന്നിട്ട് എന്നെ കാണാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.